അസാധ്യ വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. എണ്ണ ഇറക്കുമതി ഇന്ത്യക്കുള്ള ഇളവ് അവസാനിപ്പിച്ച അമേരിക്ക. രാജ്യത്ത് ഇന്ധനവില കുതിച്ചു വരാൻ സാധ്യത. വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം ബില്ലിന് അവതരണാനുമതി. ഡൽഹി വിമാനത്താവളത്തിൽ അപകടം, വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ കെ റാമിനെ കണ്ണൂർ ഡെന്റൽ കോളേജിൽ നിന്നും പുറത്താക്കി. ശമ്പള വർധനവ് വേണം. ഡൽഹിയിൽ വീട്ടുജോലിക്കാരിക്കും സമരത്തിലേക്ക്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ SFI യൂണിറ്റ് രൂപീകരിച്ചു. വേണുഗോപാലിനെ അനുകൂലിച്ചതിന് സതീശന്റെ സ്റ്റാഫിൽ നിന്നും ഭീഷണി. DGPക്ക് പരാതി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ കെ റാമിനെ കണ്ണൂർ ഡെന്റൽ കോളേജിൽ നിന്ന് പുറത്താക്കി. അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ കെ റാമിനെ പുറത്താക്കി. വ്യാഴാഴ്ചയാണ് കോളേജ് മാനേജ്മെന്റ് ഡോക്ടർ റാമിനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയത് ഔദ്യോഗികമായി അറിയിച്ചത്. നേരത്തെ ചൊവ്വാഴ്ച ചേർന്ന കോളേജ് മാനേജ്മെന്റ് യോഗത്തിൽ അധ്യാപകനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. മാനേജ്മെന്റ് ഇക്കാര്യം കോളേജിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ഔദ്യോഗികമായി അറിയിക്കുകയും ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇന്ന് മാനേജ്മെൻറ്റ് റാമിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു. നിതിൻ്റെ മരണത്തിന് പിന്നാലെ വിദ്യാർത്ഥികൾ നടത്തിയ ശക്തമായ പ്രക്ഷോഭത്തിനൊടുവിലാണ് നടപടി. അഞ്ചരക്കണ്ടി കണ്ണൂർ ഡെന്റൽ കോളേജിലെ അധ്യാപകനും ഓറൽ പത്തോളജി വിഭാഗം മേധാവിയുമാണ് ഡോക്ടർ കെ റാം. നിതിൻ രാജിൻ്റെ ആത്മഹത്യയ്ക്ക് മുൻപും ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. നിതിൻ രാജിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾ റാമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നിതിൻ രാജിൻ്റെ മരണത്തിൽ ഡോക്ടർ റാമിനൊപ്പം ആരോപണ വിധേയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്കെതിരെ അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിച്ചാൽ മതിയെന്നും മാനേജ്മെൻറ്റ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഡോക്ടർ റാമിനെയും ഡോക്ടർ സംഗീത നമ്പ്യാരെയും നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളാണ് ഡോക്ടർ റാം പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരവുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഡോക്ടർ റാം ഇപ്പോഴും ഒളിവിലാണുള്ളത്. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നാണ് പോലീസിൻ്റെ പ്രതികരണം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ SFI യൂണിറ്റ് രൂപീകരിച്ചു. മാനേജ്മെൻറ്റ് സംഘടനാ പ്രവർത്തനം നിരോധിച്ച അഞ്ചരക്കണ്ടി സ്വകാര്യ ഡെന്റൽ കോളേജിൽ SFI യൂണിറ്റ് രൂപീകരിച്ചു. BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം SFI നടത്തിയ മാർച്ചിൽ കോളേജിൽ യൂണിറ്റ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രതികരിക്കാനോ ചോദ്യം ചെയ്യാനോ വിദ്യാർത്ഥികൾക്ക് സാഹചര്യമില്ലാത്ത സ്ഥിതിയായിരുന്നു. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്താണ് SFI യൂണിറ്റ് രൂപീകരണ കൺവെൻഷൻ നടന്നത്. സംസ്ഥാന സെക്രട്ടറി VS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TP ആദർശ് അധ്യക്ഷനായി. സെക്രട്ടറി ജോയൽ തോമസ്, നന്ദജ് ബാബു, TP അഖില, സ്വാതി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഷലോമിയെ പ്രസിഡന്റായും ആഷിഖിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ക്യാമ്പസിൽ ഷലോമി SFI പതാക ഉയർത്തി. വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം ബില്ലിന് അവതരണാനുമതി. വനിതാ സംവരണത്തിന്റെ മറവിൽ പഴയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള ബില്ലിന് അവതരണ അനുമതി. ബിൽ അവതരണത്തിന് അനുമതി തേടിയുള്ള വോട്ടെടുപ്പിൽ 333 MPമാരിൽ 207 പേർ അനുകൂലമായും 126 പേർ എതിർത്തും വോട്ട് ചെയ്തു. 3 ബില്ലുകളും നാളെ 4 മണിക്ക് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കും. അതുവരെ ചർച്ചയുണ്ടാകും. 12 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ ചർച്ചാ സമയം അനുവദിക്കും. മണ്ഡല പുനർനിർണയം നടത്തി ലോക്സഭാ നിയമസഭാ സീറ്റുകളിൽ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തെ ലോക്സഭയിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം എതിർത്തു. വനിതാ സംവരണത്തിനൊപ്പം മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം സംശയാസ്പദമാണെന്നും ഫെഡറലിസം, സാമൂഹ്യ നീതി എന്നിവയ്ക്കെതിരായ ബില്ലിനെ എതിർക്കുന്നെന്നും CPM ലോക്സഭാ കക്ഷി നേതാവ് K രാധാകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് ഫെഡറലിസത്തിനും നേരെയുള്ള ആക്രമണമാണ്. അസദുദ്ദീൻ ഓവറൈസ് പറഞ്ഞു. കേന്ദ്രം മുന്നോട്ട് വെച്ച ബില്ലുകളെ എതിർക്കുന്നുവെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ബില്ലിനു പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം. കേന്ദ്രം നടത്തുന്നത് ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനായി വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ഇനി
നൽകില്ലെന്ന് അമേരിക്ക. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റൺ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയ 30 ദിവസത്തെ പ്രത്യേക ഇളവ് ഏപ്രിൽ 11 അവസാനിച്ചു. ഇറാനിയൻ എണ്ണയ്ക്കുള്ള ഇളവ് ഏപ്രിൽ 19 അവസാനിക്കുമെന്നും ബെസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ കടുപ്പമേറിയ നിലപാട് കനത്ത തിരിച്ചടിയാണ്. കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും എണ്ണ ലഭിക്കാത്ത സാഹചര്യം രാജ്യത്ത് ഇന്ധനവില വർധനവിനും പണപ്പെരുപ്പത്തിനും കാരണമായേക്കാം. ആഗോള എണ്ണവില നിയന്ത്രണത്തിനും ആഭ്യന്തര ആവശ്യങ്ങൾക്കും റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് 30 ദിവസത്തെ പ്രത്യേക അനുമതി ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു. ഈ ഇളവ് നീട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അമേരിക്ക അത് തള്ളുകയായിരുന്നു. മാർച്ച് 5 മുതൽ 30 ദിവസത്തേക്ക് കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ വിതരണത്തിന് നൽകിയ ലൈസൻസ് ആണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതോടെ ഹോർമൂസ് കടലിടുക്കിൽ ഗതാഗതം തടസ്സപ്പെടുകയും ആഗോള എണ്ണ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് പരിഹരിക്കാനാണ് ആദ്യം ഇളവുകൾ അനുവദിച്ചത്. അമേരിക്കൻ ഉപരോധം കർശനമാകുന്നതോടെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് നിയമക്കുരുകൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും വഴിവെക്കും. ബദൽ മാർഗങ്ങൾ നേടാൻ ഇന്ത്യ നിർബന്ധിതമാകുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. SSLC ഫലം മെയ് 3 വാരത്തിൽ, +2 ഫലം മെയ് 25. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം മെയ് 3 വാരവും ഹയർ സെക്കൻഡറി ഫലം 25 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC മൂല്യനിർണ്ണയം ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ 72 കേന്ദ്രങ്ങളായി നടക്കും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം 89 ക്യാമ്പുകളായി ഏപ്രിൽ 16 മുതൽ ആരംഭിക്കും. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ UAE-ലെ 7 കേന്ദ്രങ്ങളുടെ SSLC +2 പരീക്ഷകൾ റദ്ദാക്കി. SSLC വിദ്യാർത്ഥികളുടേത് മോഡൽ പരീക്ഷ, പാദവാർഷിക പരീക്ഷകൾ എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടേത് 1-ാം വർഷ തിയറി പരീക്ഷാ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഫലം നൽകും. ഇതിൽ തൃപ്തരല്ലാത്തവർക്ക് മെയ് അവസാനം പരീക്ഷ എഴുതാൻ അവസരമുണ്ടാകും. നിരന്തര മൂല്യനിർണ്ണയ സ്കോറുകൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. പരാതി പരിഹരിക്കാൻ വിവിധ തലങ്ങളിൽ സമിതികൾ രൂപീകരിക്കും. അവധിക്കാല ക്ലാസുകൾ പാടില്ലെന്നും സ്കൂൾ ഫിറ്റ്നസ് ഉറപ്പാക്കുന്ന നടപടികൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി അറിയിച്ചു. സമഗ്രശിക്ഷ കേരളം വഴി 1158 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾ റെഡി. സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂൾ തുറക്കും. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂളുകൾ തുറക്കും. വിപുലമായ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. 1-ാം ക്ലാസ് അഡ്മിഷൻ മെയ് 22 മുതൽ ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 മുതൽ 8 വരെ യൂണിഫോം, പാഠപുസ്തകം എന്നിവ സൗജന്യമാണ്. 1-ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് എഴുത്തു പരീക്ഷയോ തലവരി പണമോ വാങ്ങാൻ പാടില്ല. 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം അൺഎയ്ഡഡ് സ്കൂളിനും വിദ്യാഭ്യാസ അവകാശ നിയമം ബാധകമാണെന്ന് മന്ത്രി അറിയിച്ചു. 10 വർഷമായി തുടരുന്ന പതിവ് തെറ്റിക്കാതെ സ്കൂൾ തുറക്കും മുമ്പ് പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിലെത്തും. സർക്കാർ എയ്ഡഡ് സ്കൂളിലേക്കുള്ള അടുത്ത അധ്യയന വർഷ പുസ്തകങ്ങൾ ഫെബ്രുവരി 1 ജില്ലാ ഹബ്ബുകളിൽ എത്തിത്തുടങ്ങി. പുതിയ അധ്യയന വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 2 ബാല്യങ്ങളായി 77 ലക്ഷത്തോളം പുസ്തകങ്ങൾ ആവശ്യമായി വരുമെന്നാണ് കരുതുന്നത്. അച്ചടി പൂർത്തിയാകുന്നതനുസരിച്ച് മുഴുവൻ പുസ്തകങ്ങളും എത്തും. 10 ലക്ഷത്തോളം പുസ്തകങ്ങളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ സൊസൈറ്റികളിലേക്കുള്ള വിതരണം ആരംഭിക്കും. 10-ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് പഠനം ഉൾപ്പെടുത്തിയതിനാൽ കൈറ്റ്സ് വഴി ഹൈസ്കൂളുകളിൽ അഡ്വാൻസ് റോബോട്ടിക് കിറ്റുകൾ വിതരണം ചെയ്യും. കൈറ്റ്സ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ മുൻ വർഷങ്ങളിൽ റോബോട്ടിക് കിറ്റുകൾ നൽകിയിരുന്നു. കൂടുതൽ മെച്ചപ്പെടുത്തിയ അഡ്വാൻസ് കിറ്റാണ് ഇത്തവണ നൽകുന്നത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ആകാശ് എയറിന്റെ സ്പൈസ് ജെറ്റിന്റെയും ചിറകുകൾ തമ്മിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആളപായമില്ല. ഹൈദരാബാദിലേക്ക് യാത്രക്കാരുമായി പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു ആകാശ് എയർ. ഈ സമയത്ത് അതേ പാർക്കിംഗ് ബേയിലേക്ക് നടത്തിയ സ്പേസ് ജെറ്റ് വിമാനത്തിന്റെ ചിറക് വന്നിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ യാത്രക്കാരെ എല്ലാം പുറത്തിറക്കി സുരക്ഷിതരാക്കി. സ്പേസ് ജെറ്റ് വിമാനത്തിന്റെ ഒരു ഭാഗം ഒടിഞ്ഞിട്ടുണ്ട്. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കിയെന്ന് ആകാശ് എയർ അറിയിച്ചു. ഇരു വിമാനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കായി മാറ്റി. വയനാട്ടിൽ പുതിയ സസ്യത്തെ കണ്ടെത്തി. മുത്തങ്ങ പുല്ലുവർഗത്തിൽപ്പെട്ട പുതിയ സസ്യത്തെ ജില്ലയിൽ കണ്ടെത്തി. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായി ഭൂപ്രദേശത്താണ് പുതിയ സസ്യ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. സൈപ്പേറിയസ് കുടുംബത്തിൽപ്പെട്ടതാണ് സസ്യം. സസ്യത്തിന് ഫിബ്രിസിസ് വയനാഡെൻസിസ് എന്ന് പേരിട്ടു. 4 വർഷത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് കണ്ടെത്തൽ. പുൽമേടുകൾ, പാറക്കെട്ടുകൾ, മരങ്ങളുടെ വേരിനോട് ചേർന്നുമാണ് ഇവയെ കണ്ടെത്തിയത്. പൂക്കുല രൂപമാണ് സസ്യത്തിന്റെ. മുത്തങ്ങ പുല്ലുവർഗത്തിൽപ്പെട്ട പുതിയ സസ്യത്തെ ജില്ലയിൽ കണ്ടെത്തി. പശ്ചിമഘട്ട നിലകളുടെ ഭാഗമായി ഭൂപ്രദേശത്താണ് പുതിയ സസ്യത്തിനും സ്ഥിരീകരിച്ചത്. ശേഷത ലോകമെമ്പാടും 3,320,000 സ്പീഷീസുകൾ ഉൾപ്പെടുന്ന 3,320,000 സ്പീഷീസുകൾ ഉൾപ്പെടുന്ന
ഫെബ്രിറ്റൻസ് ജനുസിൽപ്പെട്ട ഈ സസ്യം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 125 സ്പീഷീസുകളിൽ ഉൾപ്പെട്ടു. എറണാകുളം മാലിയങ്കര SNM കോളേജിലെ ബോട്ടണി റിസർച്ച് അഡ്വൈസർ പ്രൊഫസർ സുനിൽ CSIR, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻസ് ഡോക്ടർ KM പ്രഭുകുമാർ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലെ PHNM സലീം, ജിതിൻ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് സസ്യത്തെ കണ്ടെത്തിയത്. ഇന്ത്യൻ അക്കാദമിക് ലൈബ്രറി അസോസിയേഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ലൈബ്രറി മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ അക്കാദമിക് ലൈബ്രറി അസോസിയേഷൻ അവാർഡിന് ബംഗളൂരു ധർമാരം വിദ്യാക്ഷേത്രം സർവകലാശാലയിലെ ചീഫ് ലൈബ്രറിയനും ഫാക്കൽറ്റി അംഗവുമായ ഡോക്ടർ ജോൺ നീലാങ്കിൽ CMIയെയും, നല്ല ലൈബ്രറിയന്മാരായി തമിഴ്നാട് കാരക്കുടി അളഗപ്പ സർവകലാശാലയിലെ ഡോക്ടർ P മുത്തുമാരി, കോയമ്പത്തൂരിൽ കാരുണ്യ സർവകലാശാലയിലെ ഡോക്ടർ മേസി ലിസിയ, തൃശൂർ എൽത്തുരത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ UGC ലൈബ്രറിയൻ വിനീത ഡേവിഡ്സ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ലൈബ്രറികളുടെ പിതാവ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ ജോൺ വിവിധ സംസ്ഥാനങ്ങളിലായി 200ഓളം സർക്കാർ സർവകലാശാല കോളേജ് ലൈബ്രറികൾ നവീകരിക്കാനും ആധുനിക സേവനങ്ങളിലൂടെ പഠന ഗവേഷണ പ്രസിദ്ധീകരണ മേന്മ ഉയർത്താനും അദ്ദേഹം നൽകിയ വിശിഷ്ട സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. തൃശൂർ സെന്റ് തോമസ് കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ദേവഗിരി കോളേജ്, പ്രൊവിഡൻസ് കോളേജ്, കൊച്ചിയിലെ പ്രതിരോധ ഗവേഷണ ലൈബ്രറി തുടങ്ങിയ അനേകം ലൈബ്രറികൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടു. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് 20,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കും. നല്ല ലൈബ്രറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 5,000 രൂപ വീതവും പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കും. മുതിർന്ന ലൈബ്രറിമാരായ പൂനെ MIT സർവകലാശാലയിലെ ഡോക്ടർ നിതിൻ ജോഷി, കേരള കാർഷിക സർവകലാശാലയുടെ മുൻ ചീഫ് ലൈബ്രറിയൻ അബ്ദുൾ റസാഖ്, അമല മെഡിക്കൽ കോളേജ് പ്രൊഫസറും ചീഫ് ലൈബ്രറിയനുമായ ഡോക്ടർ AT ഫ്രാൻസിസ്, കേരള സർവകലാശാല ലൈബ്രറിയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ ഹുമയൂൺ കബീർ, പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ KR അജിതൻ, വെള്ളേനിക്കര കാർഷിക കോളേജിലെ ഡോക്ടർ VS സ്വപ്ന, വയനാട് വെറ്റിനറി സർവകലാശാല ഡോക്ടർ PA പ്രദീപ് എന്നിവരാണ് അവാർഡ് നിർണയം നടത്തിയത്. 1200-ൽ അധികം ആജീവനാന്ത അംഗങ്ങളുള്ള ഇന്ത്യയിലെ പ്രമുഖ ലൈബ്രറി പ്രൊഫഷണൽ സംഘടനയായ ALA-യുടെ വാർഷിക യോഗത്തോടനുബന്ധിച്ച് അമല മെഡിക്കൽ കോളേജിൽ വെച്ച് മെയ് 23 നടക്കുന്ന സുസ്ഥിര വിദ്യാഭ്യാസത്തിൽ അക്കാദമിക് പബ്ലിക് ലൈബ്രറിയുടെ പങ്കാളിത്തം എന്ന വിഷയത്തിലുള്ള ദേശീയ കോൺഫറൻസിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കും. കേന്ദ്ര സർക്കാരിന്റെ രാജാ റാം മോഹൻ ലൈബ്രറി ഫൗണ്ടേഷന്റെയും സഹകരണവും ഉണ്ടാവും. ആനുകാലിക ലൈബ്രറി വിഷയങ്ങളിൽ 60ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. 200ഓളം ലൈബ്രറി പ്രൊഫഷണലുകൾ പങ്കെടുക്കും. KC വേണുഗോപാലിനെ അനുകൂലിച്ചതിന് സതീശന്റെ സ്റ്റാഫിൽ നിന്നും ഭീഷണി, DGPക്ക് പരാതി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസ് സ്റ്റാഫിൽ നിന്ന് ഭീഷണി നേരിടുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാതി. യൂത്ത് കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറിയും KSU ബ്ലോക്ക് സെക്രട്ടറിയുമായ ആരോൺ B സാമ്പയ്ക്കലാണ് DGPക്ക് പരാതി നൽകിയത്. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും DGPക്കും ആലുവ റൂറൽ SP-ക്കും നൽകിയ പരാതിയിൽ ആരോൺ സൂചിപ്പിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് സ്റ്റാഫുകളുടെ അറിവോടെയാണ് അസഭ്യ മോശവും ഭീഷണിയും നടക്കുന്നതെന്നും നടപടി സ്വീകരിക്കണമെന്നും പരാതിയിലുണ്ട്. അതിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് മുഖ്യമന്ത്രി പദവിക്കായുള്ള നേതാക്കളുടെ പേരിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പുകഴ്ത്തി കഴിഞ്ഞ ദിവസം K സുധാകരൻ രംഗത്തെത്തിയിരുന്നു. സുധാകരന് പിന്നാലെ KC വേണുഗോപാലിനെ പുകഴ്ത്തി സന്ദീപ് വാര്യരും മറ്റ് നേതാക്കളും രംഗത്തെത്തി. മറുഭാഗത്ത് സതീശൻ വിഭാഗവും അവകാശവാദവുമായി രംഗത്തുണ്ട്. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നേ തന്നെ കോൺഗ്രസിൽ ഉൾപാർട്ടി പോര് രൂക്ഷമായി. ശമ്പള വർധനവ് വേണം, ഡൽഹിയിൽ വീട്ടുജോലിക്കാരും സമരത്തിലേക്ക്. കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ തൊഴിലാളി പ്രതിഷേധം കടുക്കുന്നു. വിവിധ മേഖലകളിലെ തൊഴിലാളികൾ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് വീട്ടുജോലിക്കാരും തെരുവിലിറങ്ങി. വേജ് റേജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രക്ഷേപം തലസ്ഥാനത്തെ പ്രമുഖ റെസിഡൻഷ്യൽ ഏരിയകളെയും ഫ്ലാറ്റ് സമുച്ചയങ്ങളെയും വരും ദിവസങ്ങളിൽ നിശ്ചലമാക്കിയേക്കും. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് അനുസരിച്ചുള്ള വേതനം ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ഡൽഹിയിലെ വിവിധ ലേബർ യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്.
വീട്ടു ജോലിക്കാരെയും അസംഘടിത തൊഴിലാളികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തി കൃത്യമായ മിനിമം വേതനം നിശ്ചയിക്കുക. മുന്നറിയിപ്പില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക. തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾക്കെതിരെ കർശന നിയമം കൊണ്ടുവരിക. ആരോഗ്യ ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഈ മേഖലയിലുള്ളവർക്കും ലഭ്യമാക്കുക. വീട്ടുജോലിക്കാർ കൂട്ടത്തോടെ സമരത്തിലേക്ക് നീങ്ങിയതോടെ ഡൽഹിയിലെ ഇടത്തരക്കാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും കുടുംബജീവിതം താളം തെറ്റുകയാണ്. കുട്ടികളെ നോക്കുന്നവർ, പാചകക്കാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ആണ് പണിമുടക്കുന്നത്. നഗരത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ഇത് ബാധിച്ചു തുടങ്ങി. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഡൽഹി സർക്കാർ വക്താക്കൾ അറിയിച്ചെങ്കിലും കൃത്യമായ വിജ്ഞാപനം വരുന്നതുവരെ സമരം തുടരാനാണ് യൂണിയനുകളുടെ തീരുമാനം. രാജ്യ തലസ്ഥാനത്ത് പാവപ്പെട്ടവൻ്റെ വേതനത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുമെന്ന് ഉറപ്പാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.